ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുവെ ചെയ്യുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനമാണ്. പ്രധാനപ്പെട്ട ഡിഗ്രി നിലവാരത്തിലുള്ള പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഡിസ്ക്രൈബ്ഡ് 1857 റിവോൾട്ട് വാസ് എ നാഷണൽ റൈസിംഗ്? 1857 കലാപത്തെ നാഷണൽ റൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 1857 കലാപത്തെ നമുക്കറിയാം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ നാഷണൽ റൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 2015 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റാണ് ചോദിച്ചത്. 2015 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റാണ് ചോദിച്ചത്. ഓർത്ത് നോക്കിയ 1857 കലാപത്തെ നാഷണൽ റൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റേറിയനായിരുന്ന ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. മറക്കരുത്, 1857 കലാപത്തെ നാഷണൽ റൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി, ബ്രിട്ടീഷുകാരനായിട്ടുള്ള ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. അതേസമയം ഈ 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വി ഡി സവർക്കറാണ്. ഇന്ത്യക്കാരനായിട്ടുള്ള വി ഡി സവർക്കറാണ് അതിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ വി ഡി സവർക്കർ. അഭിനവ് ഭാരത് എന്ന സംഘടന അല്ലെങ്കിൽ മിത്രമേള, അഭിനവ് ഭാരത് അല്ലെങ്കിൽ അതിന്റെ പഴയ പേരാണ് മിത്രമേള. അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ച വി ഡി സവർക്കർ ആണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ വി ഡി സവർക്കർ, അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ച വി ഡി സവർക്കർ. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ ഈ 1857 കലാപത്തെ ഇതൊരു നാഷണൽ റിവോൾട്ട് അല്ല, ദേശീയ കലാപമല്ല, അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമരമല്ല, ഇറ്റ് ഓൺലി സിപ്പായി റിവോൾട്ട്. ഇതൊരു ശിപായി ലഹളയാണെന്ന് വിശേഷിപ്പിച്ച ആള് ജോൺ സീലി, ജോൺ ഷോർ, ജോൺ ലോറൻസ്, ട്രവലിയൻ, മല്ലീസൺ തുടങ്ങിയ ആളുകളാണ് എന്ത് പറയുന്നത് ഇതിനെ ഒരു ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ശിപായി ലഹളയായിട്ട് വിശേഷിപ്പിച്ച. ആരെങ്കിലും 1857 കലാപത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ച ആള് ജോൺ ലോറൻസ്, ജോൺ സീലി, ജോൺ ഷോർ, കെ ബി മല്ലീസൺ, ട്രവലിയൻ തുടങ്ങിയ ആളുകളാണ് ഇതിനെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. അതേസമയം ഈ കലാപത്തെ മുസ്ലിം കോൺസ്പിറസി എന്ന് വിശേഷിപ്പിച്ച ആളോ 1857 റിവോൾട്ട് ഈസ് എ മുസ്ലിം കോൺസ്പിറസി അഗേൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു മുസ്ലിം ഗൂഢാലോചനയാണെന്ന് വിശേഷിപ്പിച്ചാൽ ഔട്ട് റാം എന്ന് പറയുന്ന ആളാണ്. ഔട്ട് റാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതൊരു മുസ്ലിം കോൺസ്പിറസി എന്ന രീതിയിൽ വിശേഷിപ്പിച്ച വ്യക്തി എന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം ഇത് സംസ്കാര സമ്പന്നരായ ബ്രിട്ടീഷുകാർക്കെതിരെ സംസ്കാര സമ്പന്നരല്ലാത്ത ഇന്ത്യക്കാർ നടത്തിയ കലാപം എന്ന് പറയുന്നത് TR ഹോംസ് എന്ന് പറയുന്ന സംഭവം ഓർത്ത് വയ്ക്കുക. അഗെയിൻസ്റ്റ് സിവിലൈസ്ഡ് പീപ്പിൾ ഫ്രം ബാർബേറിയൻ, സംസ്കാര സമ്പന്നരല്ലാത്ത ആളുകൾ സംസ്കാര സമ്പന്നരായ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം എന്ന് പറയുന്നത് TR ഹോംസ് എന്ന് പറയുന്ന ആളാണ്. കാറൽ മാർക്സ് പറഞ്ഞത് ജനകീയ വിപ്ലവമാണ് എന്നാണ് ആര് പറഞ്ഞത്? കാറൽ മാർക്സ് പറഞ്ഞത് പീപ്പിൾ റവല്യൂഷൻ എന്നാണ് പറഞ്ഞത്, പോപ്പുലർ റവല്യൂഷൻ, ജനകീയ വിപ്ലവം എന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. ഇപ്പൊ 1857 കലാപത്തിന് ഇങ്ങനെ കുറെ വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നാഷണൽ റിവോൾട്ട് എന്നും അതോടൊപ്പം കലാപം എന്നും ഈ 2 കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ 4-5 ആളുകളുടെ ഇന്റർപ്രിറ്റേഷൻസ്, വ്യാഖ്യാനങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദി ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അഡോപ്റ്റഡ് ഫ്രം വിച്ച് കൺട്രി? 2015 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആശയം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടമെടുത്തത്? നമുക്കറിയാം ഭരണഘടനയിലെ കുറെ കാര്യങ്ങൾ, കുറെ ഐഡിയാസുകൾ പല പല രാഷ്ട്രങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടെന്നു. അല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് കടമെടുത്തത്? നമുക്കറിയാം അയർലാൻഡിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കടമെടുത്തത്. ഓർക്കുക, അയർലാൻഡിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ കടമെടുത്തത്. അങ്ങനെ പറയുമ്പോൾ ഓർക്കുക, റിയലി ഒറിജിൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഈസ് നോട്ട് അയർലാൻഡ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് റിയലി എവിടെയല്ല? അയർലാൻഡിലല്ല, അത് സ്പെയിനിലാണ്. സ്പെയിനിൽ നിന്ന് ആര് കടമെടുക്കുന്നു? അയർലാൻഡിൽ നിന്ന് ഇന്ത്യ കടമെടുക്കുന്നു. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആശയം, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്ത എവിടുന്ന വെച്ചാൽ എവിടുന്നാണത്? അത് അയർലാൻഡിൽ നിന്നാണ്. പക്ഷെ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്, ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്? അയർലാൻഡ് അല്ല, സ്പെയിനാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ആശയങ്ങൾ കടമെടുത്തുന്നു, ഓരോ രാഷ്ട്രങ്ങളിൽ നിന്ന് കടമെടുക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നാണ്, ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നാണ്, ഇംപീച്ച്മെന്റ് അമേരിക്കയിൽ നിന്നാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് USSR റഷ്യയിൽ നിന്നാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫയർ പ്ലാൻസ് റഷ്യയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് തുടങ്ങിയത് കാനഡയിൽ നിന്നാണ്. ഫെഡറലിസം എന്ന് പറയുന്നത് കാനഡയിലാണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് വരുന്നത്. എമർജൻസി എവിടെ നിന്നാണ്? ജർമ്മനിയാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏകപൗരത്വം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? സൗത്ത് ആഫ്രിക്ക. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്ന് കടമെടുത്തുള്ള കാര്യങ്ങളാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2015 ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ചോദിക്കുക. ഒറിജിനൽ നെയിം ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ്? 2015
ഓഡിറ്ററിന് ചോദിച്ചാണ്, 2015 ഓഡിറ്ററിന് ചോദിച്ചാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം. നമുക്കറിയാം സ്വാമി ദയാനന്ദ സരസ്വതി യഥാർത്ഥ നാമം മൂൾശങ്കർ എന്നാണ്. മൂൾശങ്കർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മൂളശങ്കർ എന്ന് പറയാറുണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതി യഥാർത്ഥ നാമം മൂൾശങ്കറാണ്. അത് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. 1875 1875 ഗുജറാത്തിലെ കത്തിയവാർ അല്ലെങ്കിൽ പഴയ ബോംബെയിലാണ് സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ച 1875. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എന്താണ്? സത്യാർത്ഥ പ്രകാശ് എന്നാണ്. സത്യാർത്ഥ പ്രകാശാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. അതേസമയം ആര്യ സമാജത്തിന്റെ പബ്ലിക്കേഷന്റെ പേര് വെച്ചാൽ ആര്യപ്രകാശ് എന്നാണ്. അപ്പൊ സത്യാർത്ഥ പ്രകാശ് അദ്ദേഹത്തിന്റെ ബുക്കാണ്. പബ്ലിക്കേഷന്റെ പേരാണ് ഇത് ആര്യപ്രകാശ്. ആര്യ സമാജത്തിന്റെ പബ്ലിക്കേഷന്റെ പേരാണ് ആര്യപ്രകാശ് എന്ന് പറയുന്നത്. ഗോ ബാക്ക് ടു വേദ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യമാണ് വേദങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന മുദ്രാവാക്യമാണ്. അതോടൊപ്പം ഹിന്ദി ദേശീയ ഭാഷയായി നിർദ്ദേശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരെന്നുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്നാൽ ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച ആദ്യത്തെ വ്യക്തിമാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന വാക്യം, ഇന്ത്യ ഫോർ ഇന്ത്യക്കാർക്കുള്ളതാണ് എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഇന്ത്യ വിട്ടു പോകണം എന്ന് വെച്ചാൽ യൂറോപ്യന്മാരെല്ലാം ഇന്ത്യ വിട്ടു പോകണം എന്നാണ്. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന് ആദ്യമായി പറഞ്ഞ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വരാജ്യ, സ്വധർമ്മ, സ്വഭാഷ്യ തുടങ്ങിയ ഡയലോഗുകളെല്ലാം ആരതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ, സ്വധർമ്മ, സ്വഭാഷ്യ എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണെന്ന് ഓർത്തിക്കുക. അതോടൊപ്പം തന്നെ 1883 പിന്നെ അദ്ദേഹം മരിക്കുക. 1883 എങ്ങനെ അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാണ് ഓർമ്മിക്കുക? ജോധ്പൂരിലെ രാജാവ് വിഷം കൊടുത്തു, ഭക്ഷണത്തിൽ വിഷം നൽകി കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ ചോദ്യം അങ്ങനെ വരാറുണ്ട്, ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരും ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചാലും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അതിന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് നോക്കിയാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർത്തു വയ്ക്കുക. വിച്ച് വൈസ്രോയ് ഇൻട്രൊഡ്യൂസ് ഇൽബർട്ട് ബിൽ? 2015 മുനിസിപ്പൽ സെക്രട്ടറിയിലാണ് ഇൽബർട്ട് ബിൽ കൊണ്ടുവന്ന വൈസ്രോയി ആണ് ലോർഡ് റിപ്പൺ ആണ് ഇൽബർട്ട് ബിൽ കൊണ്ടുവന്നത്. ഇൽബർട്ട് ബിൽ എന്താണ്? ഇൽബർട്ട് ബിൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരായ കുറ്റവാളികൾക്ക് വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അനുവാദം നൽകുന്ന ഒരു ആക്ടാണ് ഇൽബർട്ട് ബിൽ. ബ്രിട്ടീഷുകാരായുള്ള കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജിമാർക്കും അനുവാദമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ബില്ലാണ് ഇൽബർട്ട് ബിൽ. ഇത് കൊണ്ടുവന്ന ലോർഡ് റിപ്പൺ ആണ് ഓർമ്മിക്കുക. ജനകീയനായിട്ടുള്ള വൈസ്രോയി എന്നറിയപ്പെടുന്ന ലോർഡ് റിപ്പൺ ആണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ലോർഡ് റിപ്പൺ ആണ് ഓർത്തിക്കുക. ഇന്ത്യയിൽ ആദ്യമായ ഒരു സെൻസസ്, 1881 ആദ്യമായൊരു കേന്ദ്രീകൃതമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള സെൻസസ് കൊണ്ടുവന്ന് ലോർഡ് റിപ്പൺ ആണ് ഓർത്തിക്കുക. ഇൽബർട്ട് ബിൽ കൊണ്ടുവന്നു. ഫാക്ടറി നിയമത്തിലൂടെ കുട്ടികളെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന ഫാക്ടറി നിയമം കൊണ്ടുവന്ന് ഇൽബർട്ട് ബില്ലാണ്. അതോടൊപ്പം തന്നെ നാട്ടുഭാഷാ പത്രനിയമം, ലോർഡ് ലിട്ടൺ കൊണ്ടുവന്ന നാട്ടുഭാഷാ പത്രനിയമം റദ്ദാക്കിയത് ലോർഡ് റിപ്പൺ ആണ്. തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വൈസ്രോയാണ് ലോർഡ് റിപ്പൺ എന്ന് നോക്കിയത്. അപ്പോൾ റിപ്പണുമായി ബന്ധപ്പെട്ട് ഇൽബർട്ട് ബിൽ ഓർത്തുക. ജനകീയനായിട്ടുള്ള വൈസ്രോയിയാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാണ്. ഫാക്ടറി നിയമം റദ്ദ് ചെയ്ത വ്യക്തിയാണ്. നാട്ടുഭാഷാ പത്രനിയമം റദ്ദ് ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഒരു സയന്റിഫിക് ആയിട്ടുള്ള സെൻസസ് കൊണ്ടുവന്നത് ഇതെല്ലാം ആരാണ്? ലോർഡ് റിപ്പൺ ആണെന്ന കാര്യം ഓർത്തു വയ്ക്കുക. റിപ്പണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് അമെൻമെന്റ് ഡിക്ലെയർ ദാറ്റ് ഡൽഹി ആസ് ദി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ? ഡൽഹിയെ ദേശീയ കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റിയ അമെൻമെന്റ് ഏതാണ്? 2015 മുനിസിപ്പൽ സെക്രട്ടറി തന്നെയാണ്. 2015 മുനിസിപ്പൽ സെക്രട്ടറി. നമുക്കറിയാം 69ാം ഭേദഗതി 1991 69ാം ഭേദഗതി പ്രകാരമാണ് ഡൽഹി became the national capital territory of India. അപ്പോൾ അമെൻമെന്റ് ആണ് ചോദിച്ചുള്ളത്. 69ാമത്തെ അമെൻമെന്റ് ആണ് 1991 ഓർത്ത് വയ്ക്കുന്നത്. 1991 69ാം ഭേദഗതി പ്രകാരം ഡൽഹി ഇന്ത്യൻ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയി മാറി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നിയമനിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്ന ആദ്യത്തെ കേന്ദ്ര ഭരണപ്രദേശം ഏതായിട്ട് മാറി? ഡൽഹിയായിട്ട് മാറി. മുഖ്യമന്ത്രി ഉണ്ടാകുന്ന ആദ്യത്തെ കേന്ദ്ര ഭരണപ്രദേശവും ഡൽഹിയായിട്ട് മാറി. അതിനുശേഷമാണ് ഇവര് പോണ്ടിച്ചേരി വരുന്നത്. അപ്പോൾ ഓർക്കുക, ഡൽഹിയാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആകുന്നത്. 69ാം ഭേദഗതിയാണ് 1991. അതോടൊപ്പം നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്ന ആദ്യത്തെ കേന്ദ്ര ഭരണപ്രദേശം ഡൽഹിയാണ്. മുഖ്യമന്ത്രി ഉണ്ടാകുന്ന ആദ്യത്തെ കേന്ദ്ര ഭരണപ്രദേശം ഡൽഹിയാണ്. ഇതേ ഫീച്ചർ വരുന്ന രണ്ടാമത്തെ ഏതായിരിക്കും? പോണ്ടിച്ചേരി ആയിരുന്നു നോക്കി. അപ്പോൾ 69ാം ഭേദഗതി പഠിച്ചു നോക്കി. അത് കഴിഞ്ഞാൽ പിന്നെ 71ാം ഭേദഗതി ഭാഷകൾ കൂടി ചേർക്കുന്നതാണ്. ഏതാണ്? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി ഭാഷകൾ കൂടി ചേർക്കുന്നത് 71ാം ഭേദഗതിയാണ്. 92 വരുന്നത്. പിന്നെ 73ാം ഭേദഗതി നമുക്കറിയാം പഞ്ചായത്ത് രാജാണ്. 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റി ലോസ് ആണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭേദഗതികൾ തെരഞ്ഞെടുത്ത് പഠിക്കുക. അതിനാണ് അമെൻമെന്റ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു, അതിന്റെ ആൻസറും പഠിച്ചു, അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും വിശദമായിട്ട് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ 5 ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിലെല്ലാവർക്കും